ഹായ് ഹലോ നമസ്തേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ദിവസം ഫ്രൈഡേ ആണ്, ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് മോർണിംഗ് വാക്കിന് പോകണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊരു വിചാരമായി മാത്രം ഒടുങ്ങി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഞാൻ പോകാൻ വെച്ചിരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഇതിനു മുൻപത്തെ ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടിരുന്ന ഒരു പുല്ലഴി കോൾ എന്ന് പറഞ്ഞൊരു പാടം ഏരിയ ഉണ്ട്. അപ്പൊ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവിടെ വെള്ളം കയറാൻ മീൻസ് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് നടക്കാൻ പോകുമ്പോൾ കുറേ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വേണ്ട എന്ന് വെച്ചത്. ഇനിയിപ്പോ സമയം ഇപ്പോൾ 9:30 ഇനിയിപ്പോ എന്താ പറയാ, ഭക്ഷണം കഴിക്കണം. ഞാൻ കുളിച്ചെന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കണം. ട്യൂഷൻ 10:30 ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഈവനിങ് എൻ്റെ വിഷു എന്ന് പറയുന്നത് വളരെ ബോറായിരുന്നു പ്രാവശ്യം. വേറൊന്നുമല്ല, വിഷുവിന്റെ അന്ന് ഉച്ചയ്ക്ക് ഇവിടുത്തെ മോട്ടർ, വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ കേടായി. എയർ കയറിയതാണെന്ന് വെച്ച് അന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമായപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിഷു കൈനീട്ടം കിട്ടുമല്ലോ. എൻ്റെ വിഷു കൈനീട്ടമായിട്ടല്ല, എന്നാൽ കൂടി ആ മോട്ടോർ മാറ്റി വയ്ക്കാനായിട്ട് ഇപ്പോൾ മറ്റേ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടർ ഉണ്ടല്ലോ, അതാക്കി മാറ്റി. ഒരു 10-12,000 രൂപ എല്ലാം കൊണ്ടും ചെലവായിരിക്കുകയാണ്. സോ ഹാപ്പി വിഷു. എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ വിഷു കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പടക്കം പൊട്ടിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ അവർ വരുന്നതിന്റെ ഭാഗമായി നമുക്കൊന്നൊരു ഫിഷ് ബിരിയാണി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റെ പർച്ചേസിങ്ങിനായിട്ട് എനിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ വ്ളോഗ് എന്ന് പറയുന്നത്. സോ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരി ആൻഡ് ഉരുളക്കിഴങ്ങ് കറിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഒരു പഫ്നെസ് ഒന്നും കിട്ടില്ല. എന്തായാലും കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെത്തി. ഇവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ എന്തെങ്കിലും ചെയ്ത ആക്ടിവിറ്റി അത് ഇംഗ്ലീഷിൽ എഴുതാനുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെ ട്യൂഷന് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തിയത് മാർക്കറ്റാണ്. ഇത് ഒളരി എന്ന് പറയുന്ന സ്ഥലമാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മേടിക്കാൻ വന്ന മീൻ എന്ന് പറയുന്നത് അത്യാവശ്യം മാംസമുള്ള മീനാണ്. ഇതേപോലുള്ള ചെറുകിട മീനുകളല്ല, അതായത് ചാള, ഇല പോലുള്ള മീനുകൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. പക്ഷേ മീനിനെ കൊടുക്കത്തെ വിലയാണ്. അങ്ങനെ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന മീനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ചൂര കിലോ 600 രൂപ. പിന്നെ ബാക്കിയും കുറേ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ചൂണ്ടക്കുളത്ത് ആ മീനിനെ കൊളുത്തിരിക്കുന്നതും കാണാം. പിന്നെ ഈ മീനിനൊക്കെ ഇവിടെ 600 രൂപ തന്നെയാണ് കിലോന് വില എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഈസ്റ്റർ പ്രമാണിച്ച് നല്ല ഫ്രഷ് മീൻ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ശരിയായിട്ടുണ്ട്. വീട്ടിലാദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി വെക്കുന്നത്. എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചിട്ട് നോക്കാം. അതെങ്ങനെയാ കത്തിക്കുക? അത് കമ്പിത്തിരി കൊണ്ട് കത്തിച്ചാൽ നന്നായിട്ട്. അവിടെ എങ്ങനെയാ കറങ്ങത്? അങ്ങോട്ട് വാ. സൈലന്റ് ആയിട്ട് കമ്പിത്തിരിന്ന് കത്തിക്കുക. എടാ ദുഷ്ടന്മാരെ, പൊള്ളിയാ ഇല്ലേ? കണ്ണുന്നൊക്കെ ഉള്ള വരുന്നുണ്ടല്ലോ. മാമ മാലപ്പടക്കം പൊട്ടിക്കാൻ പോണ്.
വേഗം കത്തിക്കുക അത് ഇവിടെ ഉണ്ടല്ലോ എന്തിരിശ കാണിക്കണേ ശുഭായിട്ടാ മീൻ പിടിക്കരിക്കണോ മീൻ പിടിക്കരിക്ക എല്ലാരും മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാണ്ട് ഓ ഓ എന്താ പ്രശ്നം കാല് പൊള്ളിയത് മൊബൈൽ കുട്ടിച്ചാത്തന്റെ ജീവനുണ്ട് കൊടുക്ക ഒരെണ്ണം കൊടുക്ക് കഴിഞ്ഞു കമ്പിത്തിരി അങ്ങനെ നമ്മുടെ വിഷു ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. വിഷു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്.